പെൻഷൻ മുടങ്ങിയതും സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പിനെ ബാധിച്ചുവെന്ന് CPI നേതാവ് സി ദിവാകരൻ. CPM-ഉം CPI-യും സംഘടനാപരമായി പരിശോധന നടത്തണം. ആരെങ്കിലും പഴിചാരി നേതാക്കൾക്ക് രക്ഷപ്പെടാനാകില്ല. CPIക്ക് അവകാശപ്പെട്ട രാജ്യസഭാ സീറ്റ് വേണ്ടെന്ന് വയ്ക്കാനാകില്ലെന്നും സി ദിവാകരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. CPIയുടെ മുതിർന്ന നേതാവ് ശ്രീ സി ദിവാകരൻ റിപ്പോർട്ടർ TVയോടൊപ്പമുണ്ട്. സഖാവേ, ഈ ഇലക്ഷനെ പൊതുവെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? ഈ BJP വീണ്ടും വന്നാൽ നമ്മുടെ രാജ്യത്ത് വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ള ശക്തമായ പ്രചരണം ജനങ്ങൾ ഏറ്റെടുത്തു. ഏതെങ്കിലും ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിനോ ഇടതുപക്ഷത്തിനോ എവിടെയാണ് പാളിയതെന്നാണ് അങ്ങയുടെ തോന്നൽ? പാളിപ്പോയി എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയായിട്ട് ചില പരാതികളുണ്ടായി. പെൻഷൻ കൊടുക്കാൻ കാലതാമസം വന്നു. അതുപോലെ ചില ലാൻഡ് ഓർഡറിലെ ചില പ്രശ്നങ്ങൾ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട് അത് സാധാരണഗതിയിൽ എല്ലാ കാലത്തും കേരളത്തിൽ ഉണ്ടാകുന്നത് പോലെയുള്ള ചില വിഷയങ്ങളാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചൊരു ന്യൂനത ഉണ്ടെങ്കിൽ അത് പറയാൻ കഴിയുന്നത്. ഇത് സംഘടനാപരമായ രാഷ്ട്രീയമായ സമഗ്രമായ പരിശോധന നടത്തേണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട്. CPI-യും CPM-ഉം ഇടതുപക്ഷ പാർട്ടികളും ആരെങ്കിലും പഴിചാരിയോ ആരുടെയെങ്കിലും പുറത്ത് ഉത്തരവാദിത്തങ്ങൾ ചാരിയോ CPI-ക്കോ CPM-നോ മറ്റിടതുപക്ഷ പാർട്ടികൾക്കോ രക്ഷപ്പെടാനാവില്ല. CPIയുടെ രാജ്യസഭാ സീറ്റ് ഇപ്പോൾ ഇടതുപക്ഷത്ത് ബിനോയ് വിശ്വം സഖാവ് ഒഴിയുന്നൊരു സാഹചര്യം, കാലാവധി കഴിയുന്നൊരു സാഹചര്യം. അപ്പോൾ CPI തന്നെ ആവശ്യപ്പെടുന്നു കൃത്യമായ ആ സീറ്റ് CPIക്ക് തന്നെ വേണമെന്ന്. അതേസമയം കേരള കോൺഗ്രസ് എമ്മും മറ്റൊരു വശത്തുണ്ട്. എന്താണ് ആ ഒരു കാര്യത്തിൽ അങ്ങയുടെ പ്രതികരണം? CPIയുടെ സീറ്റാണല്ലോ ഒഴിയണത്. അപ്പോൾ ഒഴിയുന്നതിൻ്റെ ന്യായമായിട്ടും CPIക്ക് കിട്ടേണ്ടത് ആണെന്നുള്ളതാണ് ഞങ്ങളുടെ ശക്തമായ നിലപാട്. റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.